എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 4ാം പരാജയമായിരുന്നു PBKസിനെതിരെ കഴിഞ്ഞ ഹോം മത്സരത്തിൽ ഗുവാഹട്ടിയിൽ രാജസ്ഥാൻ റോയൽസ് നേരിട്ടത്. അപ്പോൾ സീസണിൽ ശരിക്കും അവസാന ലാപ്പിലേക്ക് പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിൽ പോലും അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ ഒരു ദയനീയ ഘട്ടത്തിലൂടെ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി നമുക്കറിയാം, ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലർ, അവിടെ സ്റ്റാർ ബാറ്റ്സ്മാൻ, പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ നിരയിൽ കാണില്ല. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. സോ ബട്ട്ലർ ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ ദിവസം PBKസിനെതിരെ രാജസ്ഥാൻ റോയൽസ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ ടോം കോഹ്ലർ കാറ്റ്മോർ എന്ന ഇംഗ്ലണ്ട് യുവതാരത്തെ കളത്തിലിറക്കിയത്. അപ്പോൾ കാറ്റ്മോറും ജയ്സ്വാളും തമ്മിലുള്ള ഓപ്പണിംഗ് കോംബോ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വരും മത്സരങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാം. സീസണിൽ ഇനി ഒരു മത്സരമാണ് രാജസ്ഥാൻ റോയൽസിന് അവശേഷിക്കുന്നത്. KKRനെതിരെ മെയ് 19 സീസണിലെ അവസാന ലീഗ് മത്സരത്തിൽ ഗുവാഹട്ടിയിലാണ് ആ പോരാട്ടം നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചെത്തട്ടെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ PBKസിനെതിരായ സീസണിലെ തുടർച്ചയായ 4ാം പരാജയത്തിന് ശേഷം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ വാക്കുകൾ ഇങ്ങനെ: ഒരു ടീമെന്ന നിലയിൽ ഞങ്ങൾക്ക് കളിക്കാൻ കഴിയാത്തതിന് കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാച്ച് വിന്നറായി ആരെങ്കിലും ഉയർന്നു വരേണ്ടതുണ്ടെന്നും ക്യാപ്റ്റൻ സഞ്ജു മത്സരശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർച്ചയായ പരാജയങ്ങളിലൂടെയാണ് രാജസ്ഥാൻ റോയൽസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 4ാം പരാജയമായിരുന്നു PBKസിനെതിരെ ഹോം മൈതാനത്ത് രാജസ്ഥാൻ റോയൽസ് നേടിയെടുത്തത്. ഒരു ടീമെന്ന നിലയിൽ നന്നായി കളിക്കാനാവാത്തത് പ്രശ്നമാണെന്നും ഓരോ കളിക്കാരും തങ്ങളുടെ ഇൻഡിവിജ്വൽ ക്യാപ്പബിലിറ്റി പുറത്തെടുത്തുകൊണ്ട് കൂടുതൽ മാച്ച് വിന്നറായി ഉയർന്നു വരേണ്ടതുണ്ടെന്നും സഞ്ജു സാംസൺ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കളി ഒറ്റയ്ക്ക് ജയിപ്പിക്കുന്നതിനുള്ള അഭിനിവേശമാണ് ഉണ്ടാകേണ്ടത്. നിരവധി മാച്ച് വിന്നർമാർ ടീമിലുണ്ട്. കളി അവസാന ഘട്ടത്തിലേക്ക്, അതായത് പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നേ പറ്റൂ, സഞ്ജു സാംസൺ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലോ സ്കോറിംഗ് ഗെയിമായിരുന്നു PBKസിനെതിരെ ഗുവാഹട്ടിയിൽ നമ്മൾ കണ്ടത്. 144 റൺസായിരുന്നു രാജസ്ഥാൻ റോയൽസ് നേടിയെടുത്തിട്ടുള്ളത്. ഒരു 160 റൺസെങ്കിലും ആ ഒരു പിച്ചിൽ നേടിയെടുത്തായിരുന്നെങ്കിൽ ഡ്യൂ ഫാക്ടർ അനുസരിച്ച് രാജസ്ഥാൻ റോയൽസിന് അനായാസം വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. എങ്കിലും വളരെ മികച്ച പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാർ കാഴ്ചവെച്ചത്. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച PBK's ക്യാപ്റ്റൻ സാം കർണായിരുന്നു രാജസ്ഥാൻ റോയൽസിനെതിരെ പഞ്ചാബിനെ ഒരു ത്രില്ലിംഗ് വിജയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇനി സീസൺ അവസാന പോരാട്ടത്തിൽ KKRനെതിരെ വിജയിച്ചുകൊണ്ട് ആ ഒരു കൂടുതൽ കോൺഫിഡൻസോടുകൂടി പ്ലേ ഓഫിലേക്ക് രാജസ്ഥാൻ റോയൽസ് എത്തട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.